രാവിലെ തന്നെ കിച്ചണിൽ വെച്ച് ജാസ്മിനും ജിൻഡോയും തമ്മിൽ പൊരിഞ്ഞടിയായിരുന്നു. അവിടെ കുക്കിംഗ് ചെയ്യുന്നതിൻ്റെ പേരിലാണ് അടി തുടങ്ങിയത്. അവിടെ ജാസ്മിൻ വന്നിട്ട് പറയുന്നുണ്ടായിരുന്നു, ജിൻഡോ കാക്ക കുക്ക് ചെയ്യുക, കറി വെക്ക്, ഇവിടെ പഴയ ഫുഡാണ് ഇരിക്കുന്നത്, പുതിയ ഫുഡ് ഇന്നത്തെ കറി മാത്രമേ കഴിക്കൂ, ഋഷിക്ക് കറി വെക്കണം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അവിടെ വഴക്കുണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ്. നിങ്ങളൊരു കറി പോലും ചൂടാക്കിയിട്ടില്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ട്. അപ്പോൾ ജിൻഡോ പറയുന്നുണ്ട്, അർജുൻ ചെയ്യുന്നത് ഞാൻ കണ്ടതാണ്, അർജുൻ എല്ലാം ചൂടാക്കുന്നുണ്ടായിരുന്നു, പിന്നെ അർജുൻ ചെയ്ത് കഴിഞ്ഞിട്ട് വീണ്ടും ഞാൻ വന്നിട്ട് വീണ്ടും അവൻ ചെയ്തത് പോരാ എന്ന് തോന്നിയിട്ട് വീണ്ടും ചെയ്യണം എന്നാണോ പറയുന്നത് എന്ന് ജിൻഡോ അവിടെ ചോദിക്കുന്നുണ്ട്. അപ്പോൾ അവിടെ ജാസ്മിൻ്റെ ചോദ്യം, നിങ്ങൾ ആരാണ് എന്നുള്ളതായിരുന്നു ചോദ്യം. അപ്പം ഞാൻ ജിൻഡോ എന്ന് പറയുന്നുണ്ടായിരുന്നു. സംഭവം നല്ല സീരിയസ് ആയിട്ടാണ് രണ്ടും കൂടി അടി കൂടുന്നെങ്കിലും ഇടയിൽ കൂടെ കോമഡി ആവുന്നുണ്ടായിരുന്നു. ജാസ്മിൻ പറയുന്നുണ്ടായിരുന്നു, ഞാൻ രമണിയാണെന്ന് പറഞ്ഞില്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ട് രണ്ടുപേരും കൂടി ഇടയിൽ കൂടെ കോമഡിയും ആക്കുന്നുണ്ടായിരുന്നു. പക്ഷെ ഭയങ്കര സീരിയസ് ആയിട്ടാണ് തല്ലുകൂടിയിരുന്നത്. അത് വേറെ കാര്യം, പഴയ ഫുഡ് ചൂടാക്കിയില്ല എന്നുള്ളതായിരുന്നു ജാസ്മിൻ്റെ ഒരു കാര്യം. പുതിയ കറി വെക്കുന്നില്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ടാണ് അടി കൂടിയത്. ആ സമയത്ത് തേങ്ങ എന്നൊക്കെ പറയുന്നുണ്ടായിരുന്നു. അത് ഇഷ്ടപ്പെട്ടില്ല. അവിടെ ജാസ്മിൻ തേങ്ങ എന്ന് വിളിച്ചത് ഒട്ടും ഇഷ്ടപ്പെട്ടില്ല എന്നുള്ളത് കൊണ്ട് തന്നെ നീ പോടി എന്ന് അവിടെ പറയുന്നുണ്ടായിരുന്നു. അപ്പോൾ എടി പോടി എന്നൊന്നും എന്നെ വിളിക്കേണ്ട എന്ന് പറയുന്നുണ്ട്. അപ്പോൾ നീ എന്നെ തേങ്ങ മാങ്ങാന്നൊന്നും വിളിക്കേണ്ട ആവശ്യകതയില്ല എന്ന് പറഞ്ഞ സമയത്ത് അവിടെ ജാസ്മിൻ പറയുന്നുണ്ടായിരുന്നു, അത് ലാലേട്ടൻ്റെ മുന്നിൽ വെച്ച് തന്നെ നിങ്ങളുടെ സ്വഭാവമൊക്കെ കൃത്യമായിട്ട് പ്രേക്ഷകർ കണ്ടതാണ്, എക്സ്പോസ് ആയതാണ് എന്ന് പറഞ്ഞപ്പോൾ ജിൻഡോ അവിടെ ഒരു ഡയലോഗ് പറയുന്നുണ്ടായിരുന്നു, 19 ദിവസമായിട്ട് നിന്റെ ക്യാരക്ടർ നീ കാണിച്ചു കൂട്ടുന്നത് കണ്ടതിൽ അപ്പുറമല്ലല്ലോ ഒരു ദിവസം എൻ്റെ കാര്യം കണ്ടത്, അത്രയ്ക്കും വരില്ല എന്ന് അവിടെ ജിൻഡോ പറയുന്നുണ്ടായിരുന്നു. അതെന്തായാലും സംഭവം കലക്കിയെന്ന് എനിക്ക് തോന്നിപ്പോയി. അത് ജിൻഡോ പറഞ്ഞ ആ ഒരു ഡയലോഗ് അതൊരു സംഭവം ഡയലോഗ് തന്നെയായിരുന്നു. രണ്ടും കൂടി അതുപോലെ നിന്നിട്ട് ഈ കിച്ചണിൻ്റെ ഡ്യൂട്ടിയുടെ പേരിലാണ് പൊരിഞ്ഞടി. അപ്പോൾ ജിൻഡോ പറയുന്നുണ്ട്, ഇവള് കിച്ചണിൽ കയറി കഴിഞ്ഞാൽ അപ്പം അടി ഉണ്ടാക്കും എന്ന് പറയുന്നുണ്ടായിരുന്നു. അപ്പോൾ അവിടെ നന്ദന ജാസ്മിൻ പോയി കഴിഞ്ഞതിന് ശേഷം നിന്ന് പറയുന്നുണ്ട്, പഴയ ഫുഡ് കഴിക്കാത്തവർ ഇവിടെ വലിയ ഇതൊന്നും ഇറക്കേണ്ട ആവശ്യകതയില്ല, ഋഷി ചേട്ടൻ കഴിക്കില്ല എന്നുണ്ടെങ്കിൽ ഋഷി കഴിക്കേണ്ട, അത്രയേ ഉള്ളൂ. ഇവിടെ ഇത്രയും പഴയ ഫുഡ് ഇരിക്കുന്ന സമയത്ത് ഇവിടെ പുതിയ തന്നെ വെക്കണം എന്ന് പറഞ്ഞിട്ട് വാശി പിടിക്കേണ്ട ആവശ്യകതയൊന്നുമില്ല എന്ന് പറഞ്ഞുകൊണ്ട് അവിടെ ജാസ്മിൻ എതിരെ സംസാരിക്കുന്നുണ്ടായിരുന്നു നന്ദന.